ഹലോ ഹായ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എവേലിൻ എന്ന് പറയുന്ന സ്റ്റോറിയുടെ അനാലിസിസ് ആണ്. അതിൻ്റെ ഒരു അനാലിസിസ് ഓഫ് ദ സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈക്ക് മെനി സ്റ്റോറീസ് ഇൻ ഡബ്ലിനേഴ്സ്, എവലിൻ എക്സ്പ്ലോർസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ബൈ എക്സാമിനിങ് എ സിംഗിൾ പേഴ്സൺസ് ആറ്റിറ്റ്യൂഡ് ടു ദെയർ ലൈഫ് ഇൻ ഡബ്ലിൻ. ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തി എങ്ങനെയാണ് ഡബ്ലിൻ എന്ന് പറയുന്ന നഗരത്തിൽ അയർലാൻഡിൽ നോക്കിക്കാണുന്നത് എന്നുള്ള ആ ഒരു തീമാണ് നമ്മുടെ ഡബ്ലിനേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറി കളക്ഷനിലുള്ള മറ്റു പല സ്റ്റോറീസിലും ഉള്ളത്. അതേപോലെ തന്നെയാണ്, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. എവേലിൻ എന്ന് പറയുന്ന സ്റ്റോറിയിലും അതേ സെയിം ആശയം തന്നെയാണ് ജെയിംസ് ജോയ്സ് അവതരിപ്പിച്ചിട്ടുള്ളത്. ജോയ്സ് വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് ആൻഡ് ഒരു മനുഷ്യൻ, അയർലാൻഡിൽ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു രാജ്യത്തോട് എത്രത്തോളം ബന്ധമുണ്ട്, ആ രാജ്യത്തെ പെട്ടെന്ന് ഇട്ടിട്ട് വിട്ടു പോകാനൊന്നും പറ്റില്ല, അത്രത്തോളം ബന്ധമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ബിലീവ്ഡ് ദാറ്റ് അയർലാൻഡ് വിച്ച് ഓഫൻ ഹാഡ് എ ഹാബിറ്റ് ഓഫ് നൊസ്റ്റാൾജിക്കലി ലുക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഹോൾഡിംഗ് ഓൺ ദ പാസ്റ്റ്. ഈ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വളരെയധികം ആൾക്കാരിൽ റൂട്ടഡായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമായിട്ട് അയർലാൻഡിലുള്ള ഡബ്ലിനേഴ്സിനെ, അയർലാൻഡുകാരെ നമ്മുടെ ജെയിംസ് ജോയ്സ് ഈ സ്റ്റോറിയിലൂടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് എവേലിൻ എന്ന് പറയുന്ന ആ ഒരു ഫീമെയിൽ കഥാപാത്രത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. നീഡഡ് ടു പ്രോഗ്രസ് ആൻഡ് സ്ട്രൈവ് ടു ബ്രിങ് ഇറ്റ് സെൽഫ് ടു അപ് ടു ഡേറ്റ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ദിവസവും അപ് ടു ഡേറ്റ് ആയിട്ട് ഒരു കാര്യവും മുടങ്ങാണ്ട് തന്നെ ഈ ഒരു ഹോൾഡിംഗ് ഓൺ ദ പാസ്റ്റ്, നമ്മുടെ പാസ്റ്റ് കാലഘട്ടത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന പല രീതിയിലുള്ള ഓർമ്മകളും എല്ലാ ദിവസവും അത് മിനുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ് ടു ദോസ് റൈഡേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് സച്ച് W.B. Yeats who embraced the Celtic toilet, a mythical tradition view of Ireland as a land of fairy and history, Joyce wanted to see Ireland bring itself into the modern world. അപ്പോൾ W.B. Yeatsൻ്റെ ഒരു പോയട്രിയിലൊക്കെ നമ്മൾ വരികയാണെങ്കിൽ, W.B. Yeats അയർലാൻഡിലുള്ള ഗ്രേറ്റ് പോയറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലോട്ട് നമ്മൾ വരുമ്പോൾ ഈ ഒരു കെൽറ്റിക് ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ പവിത്രമായിട്ടുള്ള, പരിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട്, ഒരു മിത്തിക്കൽ ട്രഡീഷണൽ സ്പേസ് ആയിട്ട്, അങ്ങനത്തെ ഒരു വ്യൂ പോയിന്റിലൊക്കെ അയർലാൻഡിനെ കാണുകയും അത് കവിതയിലൂടെ ചിത്രീകരിക്കുകയാണ് W.B. Yeats ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് W.B. Yeatsൻ്റെ പോയട്രിയിൽ നമ്മൾ നോക്കുമ്പോൾ ലാൻഡ് ഓഫ് ഫെയറി, ലാൻഡ് ഓഫ് മിസ്റ്റ്, ഹിസ്റ്ററി, ചരിത്രപരമായിട്ടും അതുപോലെ തന്നെ ഒരുപാട് സൗന്ദര്യമുള്ളൊരു സ്ഥലമായിട്ടൊക്കെ അയർലാൻഡിനെ കാണിക്കുകയാണ്. പക്ഷേ നമ്മുടെ ജെയിംസ് ജോയ്സ് കാണിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അയർലാൻഡ് എന്ന പറയുന്ന പ്രദേശം അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു സെൻറ്ററായിട്ട്, ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മാറണം എന്നുള്ള ആശയമാണ് ജെയിംസ് ജോയ്സിനുള്ളത്. മോഡേൺ വേൾഡിൻ്റെ ഒരു സെൻറ്ററാണ്, മോഡേൺ വേൾഡിൻ്റെ ഒരു ഭാഗമായിട്ട് മാറണം എന്നുള്ള ആ ഒരു ആശയമാണ് നമ്മുടെ ജെയിംസ് ജോയ്സിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിലെല്ലാം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഇൻ മെനി വേയ്സ് എവേലിൻ ടൈപ്പിഫൈസ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ മെനി ഡബ്ലിനേഴ്സ് അറ്റ് ദ ടൈം. അപ്പോൾ എവേലിൻ എന്ന് പറയുന്ന സ്റ്റോറിയിൽ കാണുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഡബ്ലിനേഴ്സിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരെയാണ് ഡബ്ലിനേഴ്സ് എന്ന് പറയുന്നത്, ഡബ്ലിൻ എന്ന് പറയുന്ന പ്രദേശത്തെ. ഈ ഡബ്ലിനേഴ്സ് ആ സമയത്ത് ഫേസ് ചെയ്തിരിക്കുന്ന ഡിഫിക്കൽട്ടീസിനെയാണ് വരച്ച് കാണിക്കുന്നത്. ജോയ്സ് ഡെപിക്ട്സ് ഹെർ കറണ്ട് എക്സിസ്റ്റൻസ് ആസ് എ ഡൾ, uninspiring, even oppressive. With her abusive father highlighted the idea that the older generation needs to be cast off its if young Ireland is to forget itself into a new nation. അപ്പോൾ അയർലാൻഡിലുള്ള പഴയ സമുദായത്തിൻ്റെ ഓൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു വ്യൂ പോയിൻറ്റ് വളരെ കുറച്ച് ബാഡാണ്, അവർ കാർക്കശ ബുദ്ധിക്കാരാണ്, കുറച്ച് ടഫായിട്ടാണ് അവർ പെരുമാറുന്നത്. ഇതൊക്കെ വരച്ച് കാണിക്കുന്നത് ഈ ഒരു എവേലിൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഫാദറിലൂടെയാണ്. ആ ഫാദർ വളരെ ചീത്ത വിളിക്കുകയാണ്, എപ്പോഴും ഡ്രിങ്ക് ചെയ്ത് നടക്കുന്നു, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാണ്ട് നടക്കുന്ന ഒരു പഴയകാല തലമുറയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈവൻ ദ ഗുഡ് ആസ്പെക്ട് ഓഫ് the old Ireland, such as Evelin's mother and her older brother Ernest, are dead and gone. പക്ഷേ നല്ല ഒരുപാട് ആൾക്കാരും പഴയ ജനറേഷനിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് എവേലിൻ്റെ അമ്മയെയും അതുപോലെ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ള ഏണസ്റ്റ് എന്ന് പറയുന്ന ബ്രദറിനെയും എടുത്തു കാണിക്കുന്നത്. ദർ ഈസ് ഓൾസോ ദോ എവലിൻസ് ബൈ നോ മീൻ അൺഫൗണ്ടഡ് fear that history will end up
preparing itself and she will end up becoming her mother. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താ, അയർലാൻഡിൽ നിന്നാൽ എൻ്റെ അമ്മ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്, ഒരുപാട് മക്കളെ നോക്കി കുടുംബത്തിൻ്റെ ഭാരം പേറി കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്, അതേപോലെ ഞാനും ജീവിക്കേണ്ടി വരും, ആ ഒരു ഹിസ്റ്ററി അത് റിപ്പീറ്റ് ചെയ്യും, അത് ഞാനും അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഭയമാണ് എവേലിനെ പിടികൂടുന്നത്. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് എവേലിയൻ ഇവിടെ വിട്ടിട്ട് ഈ നാട് വിട്ട് പോകാമെന്ന് ചിന്തിക്കുന്നത്. ട്രാപ്ഡ് ഇൻ ദ മാരേജ് ടു ആൻ അബിസീവ് ആൽക്കഹോളിക് ആൻഡ് കോഡ് ഇൻ എ ലൈഫ് ഓഫ് പോവർട്ടി ആൻഡ് ഫ്ലാറ്റേഡ് ഡ്രീംസ്. അപ്പോൾ എവേലിൻ്റെ മദറിൻ്റെ ഒരു ജീവിത സാഹചര്യം വളരെ ദാരുണമായിരുന്നു. നിർഭാഗ്യവശാൽ കല്യാണം കഴിക്കപ്പെട്ട ഒരാൾ വളരെ കുടിക്കുന്ന ഡ്രങ്കണായിട്ടുള്ള ഒരാളായിരുന്നു. എപ്പോഴും ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയൊക്കെ പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും ഫാമിലീൻ്റെ പുറത്ത് കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അതുപോലെ തൻ്റെ ജീവിതവും മാറോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇവിടെ എവേലിൻ എന്ന് പറയുന്ന സ്റ്റോറിയിലൂടെ കാണുന്നത്. അപ്പോൾ അയർലാൻഡിലുള്ള ഡബ്ലിനിൽ ജീവിക്കുന്ന ഒരുവിധം പെൺകുട്ടികളുടെയൊക്കെ ഒരു ആശങ്ക ഇവിടെ നമുക്ക് എവേലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ കാണാൻ പറ്റും. അങ്ങനെ പട്ടിണിയിലോട്ടും അതുപോലെ തന്നെ തൻ്റെ സ്വപ്നങ്ങളൊക്കെ ചിന്നിച്ചിതറി കഷ്ണങ്ങളായി അതൊന്നും നടക്കാണ്ട് വരുമോ എന്നുള്ള ചിന്ത പോലും നമ്മുടെ എവേലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിൽ വരികയാണ്. ആസ് ഹി മ്യൂസ്ഡ് ദ pitiful vision of her mother's life laid its spell on the very quick of her being, that life of commonplace sacrifice closing in final craziness. അപ്പോൾ ഇവിടെ ഡബ്ലിനേഴ്സിൻ്റെ സാധാരണമായിട്ടുള്ള കോമൺ ജീവിതത്തെ കാണിക്കുന്നു. അമ്മയിലൂടെയും അതുപോലെ തന്നെ അച്ഛനിലൂടെയും എവേലിൻ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയും ഈ 3 ക്യാരക്ടറിലൂടെയായിട്ട് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം എങ്ങനെയാണ് അയർലാൻഡിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ലോസ് ആയിട്ടുള്ള എല്ലാ സർഫേസിലും എല്ലാ സാഹചര്യങ്ങളും എടുത്ത് കാണിക്കുക തന്നെ ഈ ഒരു സ്റ്റോറിയിലൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ദ പ്രോമിസ് ഓഫ് എ ന്യൂ സ്റ്റാർട്ട് ഇൻ എ ന്യൂ കൺട്രി ഇൻ എ സിറ്റി ദാറ്റ് മീൻസ് ലിറ്ററലി ഗുഡ് എയർ. ഇവിടെ പുതിയൊരു അന്തരീക്ഷം തേടിയിട്ടാണ് നമ്മുടെ എവേലിൻ അർജൻറ്റീനയിലോട്ട് പോകാൻ പോകുന്നത്. അതിനെയാണ് പുതിയ രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ പുതിയ രാജ്യത്ത് പുതിയ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ളൊരു ആശയമായിട്ടാണ് ഫ്രാങ്കുമായിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിക്കുന്നത്. സീംസ് ലൈക്ക് ദ ബെസ്റ്റ് വേ ടു ഷേക്ക് ഓഫ് ദ മസ്റ്റി ഓൾഡ് എയർ ഓഫ് അയർലാൻഡ്. അങ്ങനെ പുറത്തു പോകുന്ന പക്ഷം ഈ അയർലാൻഡിൻ്റെ പഴയകാല അന്തരീക്ഷം മസ്റ്റി ഓൾഡ് എയർ എന്നാണ്. ആകെ പൊടി പിടിച്ച് മങ്ങിയ പഴയ അന്തരീക്ഷം വിട്ട് പുതിയൊരു ജീവിതം തേടി പോകാൻ കഴിയുമെന്ന് അവൾ ചിന്തിക്കുകയാണ്. ഷി വാസ് എബൌട്ട് ടു എക്സ്പ്ലോർ ആൻഡ് ലൈഫ് വിത്ത് ഫ്രാങ്ക്. അങ്ങനെ ഫ്രാങ്കുമായിട്ട് പുതിയൊരു ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി അവൾ തീരുമാനിക്കുകയാണ്. ഫ്രാങ്ക് വാസ് വെരി കൈൻഡ്, മാൻലി, ഓപ്പൺ ഹാർട്ടഡ്. ഈ ഫ്രാങ്ക് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണ്. ഒരു സെയിലറാണ്, ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു സെയിലറാണ്, കപ്പലിൽ ജോലിക്കാരനാണ്, ഒരു മാൻലി ഒരു പുരുഷൻ തന്നെയാണ്, ഓപ്പൺ ഹാർട്ടഡ്, എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഷി വാസ് ടു ഗോ away with him by the night boat to be his wife and to live with him in Buenos Aires where he had at home waiting for her. അപ്പോൾ അർജൻറ്റീനയിലുള്ള ബ്യൂണസ് ഐറിസിലാണ് ഫ്രാങ്കിൻ്റെ വീട്. അപ്പോൾ ഈ ഫ്രാങ്ക് അങ്ങോട്ടേക്ക് ഇവളെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഒരുപാട് സ്വപ്നം കാണുകയാണ്. അവിടേക്ക് എൻ്റെ വൈഫിനെ കൊണ്ടുപോകുന്നു, അവിടെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ളൊരു സ്വപ്നമായിട്ടാണ് ഫ്രാങ്കും ഉള്ളത്. ഷീ സ്റ്റുഡ് അപ്പ് ഇൻ ദ സഡൻ ഇമ്പൾസ് ഓഫ് ടെറർ. പക്ഷേ വളരെ പെട്ടെന്നാണ് ഇവൾ ഈ പേടിയിലോട്ട് പോകുന്നത്. എസ്കേപ്പ്, ഞാൻ രക്ഷപ്പെടുകയാണോ, എസ്കേപ്പ് ചെയ്യുകയാണോ എൻ്റെ നാട് വിട്ടിട്ട് എന്നുള്ള ചിന്ത വളരെ പെട്ടെന്ന് ഇവളെ പിടികൂടാണ്. ഷീ മസ്റ്റ് എസ്കേപ്പ്, ഫ്രാങ്ക് വുഡ് സേവ് ഹെർ. അവൾ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എസ്കേപ്പ് ചെയ്തേ പറ്റൂ, ഫ്രാങ്ക് എന്നെ രക്ഷിക്കും, ഹി വുഡ് ഗിവ് ഹെർ ലൈഫ്, അവൻ എനിക്കൊരു നല്ലൊരു ജീവിതം നൽകും എന്നൊക്കെ നമ്മുടെ എവേലിൻ ചിന്തിക്കുകയാണ്. പെർഹാപ്സ് ലവ് ടു, നല്ല പ്രണയം അവൻ എനിക്ക് സമ്മാനിക്കും. ബട്ട് ഷീ വാണ്ടഡ് ടു ലിവ്. അപ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ജീവിക്കണം. വൈ ഷുഡ് ഷീ ബി അൺഹാപ്പി, എന്തിന് ഞാൻ അൺഹാപ്പി ആവണം, എനിക്ക് ഇവിടെ വിട്ടു പോയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചുകൂടെന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട് ഒരു വേളയിൽ. ഷീ ഹാഡ് എ റൈറ്റ് ടു ഹാപ്പിനെസ്, സന്തോഷിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഫ്രാങ്ക് വുഡ് ടേക്ക് ഹെർ ഇൻ ഹിസ് ആംസ്, ഫ്രാങ്ക് അവൻ്റെ ആ ഒരു സുരക്ഷിതമായ കൈകളിൽ എന്നെ നോക്കും, എന്നെ സംരക്ഷിക്കും എന്നവൾ ചിന്തിക്കുകയാണ്. ഫോൾഡ് ഹെർ ഇൻ ഹിസ് ഹാംസ് ഹി വുഡ് സേവ് ഹെർ, ആ ഒരു കരുത്തമായിട്ടുള്ള കൈകളിൽ എന്നെ അവർ സേവ് ചെയ്യും, ഫ്രാങ്ക് എന്നെ സേവ് ചെയ്ത് എൻ്റെ ജീവിതം കാത്ത് സംരക്ഷിക്കും എന്നുള്ളൊരു ചിന്ത എവേലിന് വരികയാണ്. ആൻഡ് യെറ്റ് വെൻ ഇറ്റ് കംസ് ടു ദ മൊമെൻറ്റ് when she must board to the boat, Eveline is unable to do so. പക്ഷേ ബോട്ടിലോട്ട് കയറാൻ നേരത്ത് എവേലിന് അതിന് കഴിയുന്നില്ല. ആൻഡ് ഇൻസ്റ്റഡ് clings to the barrier as though literally clinging to the old Ireland and the past which is dead and gone but which she cannot leave behind. ഒരിക്കലും അയർലാൻഡിൻ്റെ ആ ഒരു ഓർമ്മകളെ തനിച്ചാക്കിയിട്ട് അതിനെ മൈൻഡ് ചെയ്യാണ്ട് അതിനെ വിട്ടിട്ട് ആ ഒരു പുതിയൊരു ജീവിതത്തെ തേടി പോകാൻ നമ്മുടെ എവേലിന് സാധിക്കുന്നില്ല. വിച്ച് ഈസ് ഡെഡ് ആൻഡ് ഗോൺ, അയർലാൻഡിൻ്റെ ആ ഒരു പഴയകാല തനിമയൊക്കെ നശിച്ചു പോയിട്ടുണ്ടെന്ന് അവർ പറയാണ്.
ഹി റഷ്ഡ് ബിയോണ്ട് ദ ബാരിയേഴ്സ് ആൻഡ് കോൾഡ് ടു ഹെർ ടു ഫോളോ. അപ്പോൾ വളരെ തിരക്ക് പിടിച്ച ആ ഒരു തുറമുഖത്തിൽ ഓടിക്കയറിയിട്ട് ഷിപ്പിൽ കയറാണ് നമ്മുടെ ഫ്രാങ്ക്. പിന്നാലെ എന്ത് ചെയ്യാണ്, കൈ കാട്ടിയിട്ട് നമ്മുടെ എവേലിനെ വിളിക്കുന്നുണ്ട്. ഹി വാസ് ഷൗട്ടഡ് അറ്റ് ടു ഗോ ഓൺ ബട്ട് ഷീ സ്റ്റിൽ കോൾഡ് ടു ഹെർ. വിളിക്കാണ്, ഉറക്കനെ വിളിക്കാണ് ഫ്രാങ്ക് കപ്പലിൽ കയറിയിട്ട് എവേലിനോട്, വാ പെട്ടെന്ന് വാ ഓടിക്കയറും എന്നൊക്കെ പറഞ്ഞിട്ട്. ഷീ സെഡ് ഹർ വൈറ്റ് ഫേസ് ടു ഹിം പാസീവ് ലൈക്ക് എ ഹെൽപ്ലെസ് ആനിമൽ. പക്ഷേ വളരെ പെട്ടെന്ന് സ്റ്റക്കായിട്ട് പോവാണ് നമ്മുടെ എവേലിൻ. ഒരു ആനിമലിനെ പോലെ വളരെ പെട്ടെന്ന് മുഖമൊക്കെ വിളറി വെളുക്കാണ്, നിശബ്ദമായിട്ട് പാസീവായിട്ട് നിൽക്കുകയാണ്. ഹർ ഐസ് ഗേവ് ഹിം നോ സൈൻ ഓഫ് ലവ് ഓർ ഫെയർവെൽ ഓർ റെക്കഗ്നിഷൻ. ഒരു രീതിയിലും ഞാൻ തന്നെ അംഗീകരിക്കുന്നില്ല, എനിക്ക് വിശ്വാസമില്ല എന്നുള്ളൊരു ഒരു മീനിങ് ആണ് എവേലിൻ്റെ കണ്ണുകളിലൂടെ നമുക്കിപ്പോൾ കാണാൻ പറ്റുക. അപ്പോൾ വിശ്വസിച്ചിരുന്ന ആ ഒരു ആളെ എവേലിൻ ഒരു രീതിയിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ചീറ്റയാണ് ഇവിടെ ചെയ്യുന്നത്. Eveline, it has been pointed out, unreveals a circular journey, whereas a character decides to go back to where their journey began and where the result of their journey is disappointed and reluctant to travel. ഒരിക്കലും ഒരു പുതിയ ജീവിതത്തിലോട്ട് കാലെടുത്ത് കുത്താനുള്ളൊരു ആർജവം, ആ ഒരു ധൈര്യം അയർലാൻഡിലുള്ള ഒരുപാട് കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാർക്കില്ല. അവർക്ക് പേടിയാണ് എന്നുള്ളൊരു തീം ഇവിടെ പറയാണ്ട് നമ്മുടെ ജെയിംസ് ജോയ്സ് പറയുന്നുണ്ട്. ദ വേ ദാറ്റ് ഫൈനൽ a triplet built out from the love to farewell to recognition, what she now doesn't even recognize him is a master stroke on Joyce's part. അപ്പോൾ ജെയിംസ് ജോയ്സിൻ്റെ ഒട്ടുമിക്ക നോവൽസിലും ഒട്ടുമിക്ക ഷോർട്ട് സ്റ്റോറീസിലും നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ എക്സ്പെക്റ്റേഷനെ എല്ലാം തകിടമറിച്ചുകൊണ്ട് ഒരു സംഭവം അവിടെ നടക്കും. അതുപോലെയാണ് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളത്. എവേലിൻ പോകാൻ തീരുമാനിച്ച് നിൽക്കുകയാണ്, പക്ഷേ വളരെ പെട്ടെന്ന് അവളുടെ മനസ്സ് മാറുന്നു. അയർലാൻഡ് എന്ന് പറയുന്ന തൻ്റെ ജന്മഭൂമിയെ വിട്ട് പോകാൻ അവൾ തയ്യാറാവുന്നില്ല. ഇത്രയാണ് ഒരു അനാലിസിസിൻ്റെ ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട തീംസ് ആയിട്ട് വരുന്നത് തീംസ് ഓഫ് പാസ്റ്റ് ആൻഡ് മെമ്മറിയാണ്. കഴിഞ്ഞ കാലഘട്ടത്തെ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു, അതുപോലെ തന്നെ മെമ്മറി, ഓർമ്മകളെയും. എവേലിൻ cannot let go of the past. As the early sections of the story reveal, we see Eveline sit on reminiscence about happy times for her childhood. അപ്പോൾ സ്റ്റോറിയുടെ ആദ്യത്തെ നമ്മൾ കാണാൻ പറ്റുന്നത് എവേലിൻ തൻ്റെ കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയിട്ടുള്ള നല്ല ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ പാസ്റ്റിലോട്ടുള്ള ഒരുപാട് ചിന്തകളാണ് നമുക്ക് സ്റ്റോറിയുടെ ബിഗിനിങ്ങിൽ തന്നെ കാണാൻ പറ്റുക. One wonders if it is nostalgia for old Ireland embodied by her childhood memories. പഴയകാല അയർലാൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അന്നത്തെ ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ചിന്തിച്ച് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. ദാറ്റ് പ്രിവെൻറ്റ്സ് ഹെർ ഫ്രം എംബറിങ് വിത്ത് ഫ്രാങ്ക്. അപ്പോൾ ഈ ഒരു ചിന്തകളായിരിക്കും അവളെ ഫ്രാങ്കുമായിട്ട് ഒളിച്ചോടി പോകുന്നതിൽ നിന്ന് വിലക്കിയത് എന്ന് നമുക്ക് കരുതാം. ദ മാസ്റ്റർ സ്ട്രോക്ക് ഓൺ ജോയ്സ് പാർട്ട് ഈസ് റിഫ്രൈനിങ് ഫ്രം ടെല്ലിങ് അസ് പെർസീവ്ലി വാട്ട് മേക്സ് എവലിൻ സ്റ്റേ ഇൻ ഡബ്ലിൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. എന്തുകൊണ്ട് ഡബ്ലിനിൽ തന്നെ നിൽക്കുന്നു? വളരെ നല്ലൊരു സാഹചര്യം, അർജൻറ്റീനയിൽ പോയി ജീവിക്കാൻ വന്നിട്ടും എവലിൻ എന്ത് ചെയ്യുന്നു? ഇവിടെ തന്നെ ഈ നശിച്ച ജീവിതമുള്ള അയർലാൻഡിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓർ ഈസ് ഇറ്റ് എ നൊസ്റ്റാൾജിക് അറ്റാച്ച്മെൻറ്റ് ടു അയർലാൻഡ് ആൻഡ് ദ ഹാപ്പി മെമ്മറീസ് ദാറ്റ് ഇറ്റ് ക്യാരീസ് ഫോർ ഹെർ. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, നൊസ്റ്റാൾജിക്, ഈ ഒരു ഭൂമി വിട്ടുപോകാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാവാം. അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തരുന്ന ഓർമ്മകൾ എനിക്ക് നൽകിയ ഒരു സ്ഥലമാണ് അയർലാൻഡ്, ആ അയർലാൻഡ് വിട്ടിട്ട് എനിക്ക് പോകാൻ വയ്യ എന്നുള്ള ചിന്തയാവാം. ഈവൻ ദോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹൂ ഷെയർ ദോസ് മെമ്മറീസ് വിത്ത് ഹർ ഹാവ് ഹെയ്തർ എമിഗ്രേറ്റഡ് ബാക്ക് ടു ഇംഗ്ലണ്ട് റിവീലിംഗ്ലി ഓർ ഹാവ് ഡൈഡ്. അപ്പോൾ ഒന്നെങ്കിൽ അയർലാൻഡ് വിട്ടുപോയാൽ നമുക്ക് ഒരിക്കലും പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. ആ ഒരു പുതിയ പ്രദേശത്ത്, പുതിയ രാജ്യത്ത് നമ്മൾ മരിച്ചു വീഴും. അവിടെയായിരിക്കും മരണമൊക്കെ ഉണ്ടാവുക. ഒരിക്കലും അയർലാൻഡിൻ്റെ മണ്ണ് ഞാനുമായി ഒരിക്കലും എൻ്റെ അന്ത്യയാത്രയിൽ ലയിച്ചു ചേരില്ല. ആ ഒരു പേടിയാവാം അയർലാൻഡിൽ നിന്ന് വിട്ടു പോകാൻ ഇവിടെ സമ്മതിക്കാണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു തീംസൊക്കെ ഓതർ ഇവിടെ പറയാണ്. ദിസ് ഇസ് ദ കോൺസിസ്റ്റൻറ്റ് വിത്ത് much modernist fiction which avoids providing readers specific instructions on how to respond to the events recounted in the story. ഒരുവിധം മോഡേൺ റൈറ്റേഴ്സിൻ്റെ എല്ലാം സ്റ്റോറിയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം, ഇവിടെയുള്ളൊരു പ്രോബ്ലം, എന്തുകൊണ്ട് ഇവർ പോയില്ല എവേലിയൻ, അപ്പം അതിനുള്ളൊരു ആൻസർ അവർ അവിടെ പറയുന്നില്ല. അത് എന്ത് ചെയ്യുന്നു, റീഡേഴ്സിന് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവണത നമുക്ക് ഒട്ടുമിക്ക മോഡേൺ നോവൽസിലും കാണാൻ പറ്റും, റീഡേഴ്സിന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത. ലൈഫ് ഈസ് സംടൈംസ് ഫിൽഡ് ഔട്ട് ഓഫ് ഹാഫ് ട്രൂത്ത് ആൻഡ് ഹിഡൻ റീസൺസ്. ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന റീസൺസും കാരണങ്ങളും, ഒരുപാട് സത്യത്തിൻ്റെ പകുതി സത്യങ്ങൾ എന്നാണ് പറയുന്നത്.
ഫിൽഡ് ഓഫ് ഹാഫ് ട്രൂത്ത്സ്. അപ്പോൾ പകുതി സത്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക, ബാക്കി പകുതി നുണയാവാം. അത്തരത്തിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നു. ആൻഡ് അവർ മോട്ടിവേഷൻസ് ആർ സംടൈംസ് ഈവൻ പാർഷ്യലി ഹിഡൻ ഫ്രം അവർ സെൽഫ് സിൻസ് വി ലിവ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ആംബിഗ്വിറ്റി ആൻഡ് ഡൗട്ട്. ഒരുപാട് ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയം, ഒരുപാട് ഡൗട്ട്, ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയ്ക്കാണ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ആംബിഗ്വിറ്റി, ഡൗട്ട് ഇത് രണ്ടും നിറഞ്ഞൊരു അവസ്ഥയിൽ ഒരു ഉത്തരം ഒരിക്കലും കിട്ടുന്നില്ല എന്ന് ഓഥർ പറയുന്നു. അതിനുള്ളൊരു എക്സാമ്പിളായിട്ടാണ് എവേലിൻ്റെ അവസാനത്തുള്ള ഒരു ഡൗട്ട്ഫുൾ കണ്ടീഷൻ, അയർലാൻഡ് വിട്ട് പോകണോ പോണ്ടേ എന്നുള്ള ആ ഒരു ചിന്ത അവളെ അലട്ടാണ് ചെയ്യുന്നത്. വൺ ഓഫ് ദ കീ വേർഡ്സ് ഇൻ ജോൺസ് ഡബ്ലിനേഴ്സ് ഈസ് പാരലൈസിസ്. പാരലൈസിസ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം റിപ്പീറ്റായി അദ്ദേഹത്തിൻ്റെ ഡബ്ലിനേഴ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഫീൽ ഇമ്മൊബിലൈസ്ഡ്, അൺഎബിൾ ടു മൂവ് ഓർ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് മനസ്സ് തോന്നുന്നില്ല. അണബിൾ ടു മൂവ് ഓർ പ്രോഗ്രസ്, പുരോഗതി പ്രാപിക്കാൻ അവർക്ക് മനസ്സില്ല. ട്രാപ്പഡ് ഇൻ ദെയർ ഓൺ ലീവ്സ്, അവരുടെ ഉള്ള ജീവിതത്തിൽ അവർ കെണിയിലകപ്പെട്ട പോലെ അവിടെ തന്നെ നിൽക്കുകയാണ്. പുരോഗതിയിലോട്ട് വേണമെങ്കിൽ കാലുകൾ മുന്നോട്ട് എടുത്ത് വെക്കണം, അതിനവർക്ക് ധൈര്യമില്ല എന്ന് അയർലാൻഡിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്. These Joyce believed it was Dublin and indeed much of Ireland was like as a whole paralyzed. അപ്പോൾ അയർലാൻഡും അതുപോലെ തന്നെ ഡബ്ലിനേഴ്സും ഒരുപാട് ഡബ്ലിനുള്ള ആൾക്കാർ, ഡബ്ലിനേഴ്സ് ഇവരൊക്കെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് തന്നെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. പുറത്തോട്ടൊന്ന് പോയി പുറത്തുള്ള ജീവിതമൊക്കെ ആസ്വദിച്ച് പുറം ലോകമൊന്നും കാണാൻ അവർ തയ്യാറല്ല. എവലിൻ ഓഫേഴ്സ് ഇൻ എ ലിറ്റിൽ സ്നാപ്ഷോട്ട് ആസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഡീപ്ലി സച്ച് പാരലൈസ് കുഡ് റൺ. ഒരു പാരലൈസിസ് ആയിട്ടുള്ള ഒരാൾ എവേലിയൻ അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു സാഹചര്യം വന്നിട്ട് ഫ്രാങ്കുമായി പോയാൽ മതി, അർജൻറ്റീനയിൽ സുഖകരമായിട്ട് ജീവിക്കാം, അത്രയും നല്ലൊരു സന്ദർഭം മുന്നിൽ വന്നിട്ട് അയർലാൻഡ് വിട്ടിട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് പാരലൈസിസ് എക്സാമ്പിളായിട്ട് ഇവിടെ കാണിക്കുന്നത് എവേലിയനെ തന്നെയാണ്. ഈവൻ ലീഡിങ് എ യങ് വുമൻ ടു forgo the chance of a new start in favor of remaining in an abusive dead end life. നശിച്ചു പോയിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ആ നശിച്ച ജീവിതം സമ്മാനിച്ച അയർലാൻഡിൽ തന്നെ തങ്ങുകയാണ് പിൽക്കാലത്തും നമ്മുടെ എവേലിൻ ചെയ്യുന്നത്. എന്തിനങ്ങനെ ചെയ്യുന്നു? നല്ലൊരു ജീവിതം തേടി മുന്നോട്ട് പോകാമായിരുന്നു എന്ന് ജെയിംസ് ജോയ്സ് ഇവിടെ പറയുന്നുണ്ട്. ദ ഐറണി ഓഫ് എവേലിൻ ഈസ് ദാറ്റ് ദ ഇമ്മൊബിലിറ്റി ഷീ ഫിയേഴ്സ് സക്കംബിങ് ടു. ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ അനങ്ങാണ്ട് മൊബിലൈസ്ഡ് ആയിട്ട് ഇമ്മൊബിലിറ്റിയിൽ എന്ത് ചെയ്യാണ് നമ്മുടെ എവേലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ കുടുങ്ങിപ്പോവാണ്. ദാറ്റ് ലൈഫ് ഓഫ് ഡെയിലി സാക്രിഫൈസ് ദാറ്റ് കറക്ടറൈസ്ഡ് ഹെർ മദർ. അവരുടെ അമ്മ എങ്ങനെയാണ് ജീവിച്ചതെന്ന് വളരെ നന്നായിട്ട് നമ്മുടെ എവേലിൻ അറിയാമായിരുന്നു. ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ദിവസവും ഒരുപാട് ബുദ്ധിമുട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾസോ കീപ്സ് ഹെർ ഫ്രം ഡിപ്പാർട്ടിങ് ദാറ്റ് വേൾഡ് ഡ്യൂ ടു ഫിയർ ഓർ ലാക്ക് ഓഫ് അഷുറൻസ് ദാറ്റ് അബണ്ടണിങ് the old world is that current thing to do. ഒരുപാട് അവസരങ്ങളുള്ള പുതിയൊരു ലോകം, ആ ലോകത്തെ മറന്നുകൊണ്ട് ആ ഒരു നശിച്ച ലോകം അതിൽ മാത്രം തങ്ങി നിൽക്കുകയാണ് ഇവിടുത്തെ ക്യാരക്ടറായിട്ടുള്ള ഈ ഒരു എവേലിയൻ ചെയ്യുന്നത്. തൻ്റെ അമ്മ ജീവിച്ച പോലെ ബാക്കി കാലം ഞാൻ ജീവിച്ചോളാം എന്നുള്ളൊരു ചിന്തയിലാണ് ഇവരുള്ളത്. ഹെർ പാരലൈസിങ് റിയാലിറ്റി ഈവൻ പാരലൈസസ് ഹെർ വൈൽ ഷീ ട്രൈസ് ടു ഫ്ലീ ഇറ്റ്. അവിടെ നിന്ന് ഒളിച്ചോടി പോകാൻ തീരുമാനിക്കുന്നുണ്ട്, പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല എന്ന് പറയാണ്. ഡൂമിങ് ഹെർ ടു റിമൈൻ ഇൻ ഡബ്ലിൻ. ഈ ഒരു ബാക്കി ജീവിതത്തിൻ്റെ കാലവും ഡബ്ലിനിൽ തന്നെ ജീവിക്കാൻ, അവിടെ തന്നെ കഴിഞ്ഞുകൂടാനുള്ളൊരു വിധിയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ടു ക്വിറ്റ് പെർഹാപ്സ് ടുഡേ, ചിലപ്പോൾ മരിക്കാനുള്ള വിധി, അയർലാൻഡിൽ തന്നെ മരിക്കാനുള്ള വിധി അവർ തിരഞ്ഞെടുക്കുന്നു. അയർലാൻഡിൽ തന്നെ ബാക്കി ജീവിതം കഷ്ടിച്ച് ജീവിച്ച് തീർക്കാനുള്ള വിധി അവർ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവരുടെ വിധി തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ഓഥർ ഇവിടെ പറയുന്നത്. എവേലിൻ എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ ആ ഒരു ദുർവിധി സ്വയം തിരഞ്ഞെടുത്ത് അയർലാൻഡിൽ തന്നെ ബാക്കി കാലം ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് സ്റ്റോറിയുടെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഇത്തരം ഒരുപാട് തീംസും കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. എസ്പെഷ്യലി പാസ്റ്റ് മെമ്മറീസ്, പഴയകാല ഓർമ്മകളായിരിക്കാം അയർലാൻഡുകാരെ അവിടെ പിടിച്ചു നിർത്തുന്നതെന്ന് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അനാലിസിസ്, അതുപോലെ തന്നെ സമ്മറി, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, അതുപോലെ തന്നെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഡബ്ലിനാണ്, അയർലാൻഡിലുള്ള പ്രദേശമായിട്ടുള്ള ഡബ്ലിനാണ്. കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് എവേലിൻ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ടു മീ. ഓക്കെ, ഫൈൻ, സി യു.